നമുക്ക് വെറുതെ അവിടെ നിന്ന് പോരാൻ പറ്റില്ലായിരുന്നു. അവിടെ ഒരു ലോൺ ഉണ്ടായിരുന്നു, 8 ലക്ഷത്തിൻ്റെ ലോൺ. അത് അടയ്ക്കാണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ പറ്റില്ല. എല്ലാവർക്കും അറിയാലോ, അവിടെ ലോണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എയർപോർട്ടിൽ നിന്ന് കിടക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ ഈ ഒട്ടും മുൻപോട്ട് പോകാൻ പൈസ ഇല്ലാത്ത ആൾക്കാർ എങ്ങനെ 8 ലക്ഷം രൂപയ്ക്ക് ഉണ്ടാക്കും? 2 ആഴ്ച കൊണ്ട് അടയ്ക്കണമായിരുന്നു. 10-15 ദിവസമാണ് അവർ നമുക്ക് സമയം തന്നത്. 15 ദിവസത്തിനുള്ള മാതാവിൻ്റെ അടുത്ത് ഞാൻ പോയി പറഞ്ഞു. കാരണം ഉടമ്പടി എടുത്ത അന്ന് മുതൽ പിന്നെ എല്ലാം മാതാവിൻ്റെ അടുത്താണ് സംസാരിക്കുന്ന പോലെ. ഞാൻ മാതാവിനോട് ഓടിയെന്ന് പറയും, എന്താ ഞാൻ ചെയ്യേണ്ടത്? 2 ആഴ്ചക്കുള്ള ആര് തരും? പറ്റാവുന്ന എല്ലാ ഫ്രണ്ട്സിനോടും ചോദിച്ചു, ആളുടെ ഫ്രണ്ട്സിനോട്, ഞാൻ എൻ്റെ ആൾക്കാരോട് എല്ലാവരോടും ചോദിച്ചു. ഒരു മറുപടി കിട്ടിയില്ല. അപ്പം അന്നേരം ഞാൻ ആലോചിച്ച്, ഇനിയിപ്പോൾ ആരോടും ചോദിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട, വീട് കയ്യിലിരിക്കേണ്ടല്ലോ. ഒരു 1500 സ്ക്വയർ ഫീറ്റിൻ്റെ വീട്, നല്ലൊരു 3 ബെഡ്റൂമുള്ള വീട് ഇതിനിടയ്ക്ക് മാതാവ് തന്നായിരുന്നു. അപ്പോൾ അത് നമുക്ക് പണയം വിറ്റിട്ടോ, ഓൾറെഡി അത് നമ്മൾ ലോണിലാണല്ലോ, വിറ്റിട്ട് നമുക്ക് അങ്ങനെയാണെങ്കിൽ മുൻപോട്ട് പോകാം, ആരും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച് വിൽക്കാനുള്ള പരസ്യമൊക്കെ OLX കൊടുത്ത് കാത്തിരിക്കുകയാണ്. പല ആൾക്കാർ വീട് വന്ന് കയറി കണ്ടുപോകുന്നു. അപ്പോഴും നമ്മുടെ ബുദ്ധിമുട്ടുകൾ പലർക്കും പുറത്ത് നമ്മൾ അറിയിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഇതെന്താ ഇപ്പോൾ വീട് ഇങ്ങനെ വിൽക്കാൻ നോക്കണത്? നമ്മുടെ മനസ്സിലെ വിഷമം ഇതായിരുന്നു. അങ്ങനെ വീട് വിൽക്കാൻ ഒട്ടും താല്പര്യമില്ല, അത്ര ബുദ്ധിമുട്ടി വാങ്ങിച്ച വീടാണ്. അത് കയ്യിൽ നിന്ന് പോകാറായപ്പോൾ ഭയങ്കര സങ്കടമായി. അങ്ങനെ മാതാവിനോട് എന്നാലും മുട്ടിപ്പാട് പ്രാർത്ഥിച്ചു, മാതാവിന് എന്തെങ്കിലും അത്ഭുതം ചെയ്യാൻ പറ്റും, ഉറപ്പാണ്. ഇത് ഒരാളടുത്തത് വരുന്നതിന് മുൻപ് ഇത് വിൽക്കാൻ പോണേക്കാളും ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വേറൊരു റിലേറ്റീവ്സ് മുഖേന അവർ പറഞ്ഞു, ഞങ്ങളിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല, ജർമ്മനിയിൽ പോകാനിരിക്കുന്ന ആളാണല്ലോ ഞാൻ, തീർച്ചയായിട്ടും അത് തിരിച്ചു പിടിക്കാൻ പറ്റും, നമുക്ക് പൈസയൊക്കെ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞ് അവർ തന്നു. അവർ പകുതി റിലേറ്റീവ്സ് 2-3 റിലേറ്റീവ്സായിട്ട് പകുതി എടുത്ത് അത് എനിക്ക് 2 ആഴ്ചയ്ക്കുള്ളിൽ മാതാവ് 8 ലക്ഷം രൂപ ഒപ്പിച്ച് തന്നു. ആർക്ക് പറ്റും? ഇനി ഇവിടെ നിന്നാണെങ്കിൽ ഒരു 10,000 രൂപ ഞാൻ ഒരാളോട് ചോദിച്ചാൽ തരാം, ആരും തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര പോലും നമുക്ക് ഒരു ദിവസത്തിനുള്ളിൽ ഒപ്പിക്കാൻ പറ്റില്ല. എനിക്കാണ് മാതാവ് ഉടമ്പടി എടുത്തത്. എൻ്റെ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഒറ്റ പേരിൽ 2 ആഴ്ച കൊണ്ട് എനിക്ക് 8 ലക്ഷം രൂപ ഒപ്പിച്ച്. അവയെ നന്ദി. എൻ്റെ പേര് ആൻസി വത്സൻ. ഞാൻ വരുന്നത് തൃശ്ശൂർ കൊടകര ഭാഗത്ത് നിന്നാണ്. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒത്തിരി സന്തോഷം. 1 വർഷമായിട്ട് കാത്തു നിൽക്കുന്നതാണ് ഈ ആൾത്താരിൽ മാതാവിൻ്റെ ഒപ്പം ഇവിടെ വന്ന് നിന്ന് മാതാവ് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ പറയാനായിട്ട്. ഇത് മുഴുവൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുമോ എന്ന് സംശയമാണ്. കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് കുറച്ച് വിശ്വസിക്കുന്നുണ്ട് പറയാൻ പറ്റുമെന്ന്, കുറച്ച് വോക്കൽ കോഡിന് ചെറിയൊരു നീര് വന്നിരിക്കുക. അപ്പോൾ ഒത്തിരി നേരം നിന്ന് സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ മാതാവിൻ്റെ അനുഗ്രഹം എന്തായാലും ഉണ്ടായിരിക്കും. പറയാൻ പോകുന്നത് മാതാവിനെ കുറിച്ചാണ്. ഞാനിവിടെ വരുന്നത് 2022 ജനുവരി 8-നാണ്. അത് വരാനുണ്ടായ സാഹചര്യം എല്ലാവരെ പോലും തന്നെ എനിക്കും അബ്രോഡ് പോയിട്ട്, ഞാനൊരു നഴ്സാണ്, അപ്പോൾ ജോലി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കുറേ നാൾ ഗ്യാപ്പൊക്കെ വന്നു. അങ്ങനെ ആ സ്വപ്നം എനിക്ക് അത്ര ഇങ്ങോട്ട് പൂർത്തീകരിക്കാനോടൊന്നും സാധിക്കാതെ നിൽക്കായിരുന്നു. പല ജോലികളിലൂടെ കടന്നുപോയി, അതിലൊന്നും വിജയിക്കാനൊന്നും അധികം പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റിലേറ്റീവ്സിൻ്റെ, ജർമ്മനിയിൽ കുറച്ച് റിലേറ്റീവ്സൊക്കെ ഉണ്ട്, അപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരം ഇങ്ങനെ അവിടെ എക്സ്പീരിയൻസിനൊന്നും ആവശ്യമില്ല, അങ്ങോട്ടേക്ക് നമുക്ക് നോക്കാമെന്ന് പറയുന്നത്. അപ്പോൾ വേഗം ചാടിക്കയറി സമ്മതിച്ച്, ഒന്നും ആലോചിക്കേണ്ട വന്നില്ല. കാരണം നല്ല സാമ്പത്തിക ഞെരുക്കത്തിൽ നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് നോക്കാമെന്ന് വിചാരിച്ച് ജർമ്മൻ പഠനം ഞാൻ ജൂൺ 15, 2021 ആരംഭിച്ച് ഒരു മാസം കഴിഞ്ഞില്ല എനിക്ക് മനസ്സിലായി ഇതെന്നെ കൊണ്ട് തന്നെ എടുക്കാൻ പറ്റാത്ത ഭാരമാണ്. ഇതെനിക്ക് ഒറ്റയ്ക്ക് എന്തായാലും പൊന്തിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഒട്ടും കാണാത്ത ഒരു ഭാഷ. ഇംഗ്ലീഷ് ആയിരുന്നു എങ്കിൽ പിന്നെ നോക്കായിരുന്നു. ഇത് ജർമ്മൻ ഒട്ടും. നേരത്തെ കൂടി ഒരു ചേച്ചി ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോയുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ട്. നല്ല ബുദ്ധിമുട്ടുള്ള ഭാഷയാണ്. അപ്പം ഞാൻ ഒരു ഫേസ്ബുക്കിലെ യൂട്യൂബിൽ കൂടെയൊക്കെ ഇവിടെ കൃപാസനത്തിൻ്റെ കുറിച്ചുള്ള സാക്ഷ്യങ്ങളും അച്ഛമ്മയുടെ പ്രസംഗങ്ങളൊക്കെ കാണാറുണ്ട്. പക്ഷേ ഉടമ്പടി എടുത്തിരുന്നില്ല. അങ്ങനെ 6 മാസങ്ങൾക്ക് ശേഷം ഉടമ്പടി എടുക്കാം എന്നുള്ളൊരു കുറച്ച് വിശ്വാസത്തിൽ മാതാവ് എനിക്ക് അപ്പോഴാണ് സമയം തന്നത്. അപ്പോൾ ആ മാതാവിന് വേണ്ടിയിട്ട് ഞാൻ ജനുവരി 8, 2022 ഇങ്ങോട്ടേക്ക് വന്നു. ഉടമ്പടി എടുക്കാൻ പറ്റി. അന്നു മുതൽ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരുമാതിരിപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്ന കാര്യങ്ങളും 2 ആഴ്ചയിൽ കുമ്പസാരിക്കേണ്ട കാര്യങ്ങളും നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കേണ്ട കാര്യങ്ങളും മെഴുകുതിരി കത്തിക്കേണ്ട കാര്യങ്ങളെല്ലാം ഒരുമാതിരിപ്പെട്ട എല്ലാം തന്നെ. ഇനി 2 കാര്യം ബാക്കി നിൽക്കേണ്ടത് ഞാൻ പറയാം. ബാക്കി അതെല്ലാം ഒഴിച്ച് എല്ലാം ചെയ്തു പോകുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം 3 മാസങ്ങൾക്ക് ശേഷം, അന്ന് ഞങ്ങൾക്ക് പഠിക്കുന്നവർക്ക് അറിയുന്നുണ്ടാവും, B2 വരെ ലെവലാണ് നഴ്സിങ്ങിന് വേണ്ടത് പോകാനായിട്ട്. അങ്ങനെ B1 ആകുമ്പോഴേക്കും തന്നെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ചോദിക്കുകയാണ്, അവർ B2 എക്സാമിന് ഒരു 2 ആൾക്കാരുടെ ഒഴിവും കൂടി ഉണ്ട്, എഴുതുന്നുണ്ടോ എന്ന് തമാശയിൽ ചോദിച്ചൊരു ചോദ്യം. അത് ഞാൻ മാതാവിൻ്റെ ഉടമ്പടി എടുത്തതുകൊണ്ട് മാത്രം ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു ഞാൻ എഴുതാം. എന്താന്ന് പോലും എനിക്കറിയില്ല, പഠിച്ച് ഫുള്ളായിട്ട് പോലും ഇല്ല. ആ മാതാവിൻ്റെ ഒരു ധൈര്യത്തിന്മേൽ മാത്രം ഈ ഉടമ്പടി ആശ്രയിപ്പം കഴുത്തിയെ കിടക്കുന്ന ഒരു ധൈര്യത്തിൽ എക്സാമിന് പോയി കൊച്ചിയിൽ എഴുതാനായിട്ട്. കൊച്ചിയിൽ എഴുതി കഴിഞ്ഞാൽ പൊതുവെ ഒരു റൂമറുണ്ട്, അധികം ആർക്കും ജയിച്ച് പോരണ സ്ഥലമല്ല കൊച്ചി.
അപ്പം ധൈര്യം സംഭരിച്ച് പോയി. അന്ന് അവിടെ പോയിപ്പോൾ എക്സാം സെൻറ്ററിൽ ഒരുപാട് പേര് നിന്ന് ഇങ്ങനെ വാദോരാതെ പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പഠിക്കുന്നുമില്ല, ഒന്നുമില്ല. എൻ്റെ കയ്യിൽ ആകെ 2 സാധനങ്ങളുള്ളൂ: മാതാവിൻ്റെ വെഞ്ചിരിച്ച ഒരു കാശുരൂപവും പിന്നെ മാതാവിൻ്റെ തൈലും. ഇത് രണ്ടും കൊണ്ടാണ് ഞാൻ എക്സാമിന് പോയത്. കാരണം പഠിച്ചിട്ടില്ല, തുടങ്ങിയിട്ടില്ല പഠിപ്പ്. B2ൻ്റെ ഡേറ്റ് മാതാവ് പറഞ്ഞു, പൊക്കോളാൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അത്ര ഉണ്ടുള്ളൂ. അവിടെ ചെന്ന് ഓരോരുത്തർ ഓരോ ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഇതേതാ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് ഞാൻ വണ്ടടിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, ഇത് പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് പഠിക്കാനായിട്ട് ഞാൻ B2 പഠിച്ചു തുടങ്ങിയിട്ടില്ല. ബെസ്റ്റ് പഠിച്ചിട്ടും വന്നവർക്ക് ഇവിടെ കിട്ടണില്ല. അപ്പോഴാണ് പഠിക്കാണ്ട് B1 ആയപ്പോഴേക്കും വന്നേച്ചപ്പോൾ ഞാൻ എൻ്റെ പക്ഷേ എൻ്റെ 2 കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എന്തായാലും നിങ്ങൾ പഠിച്ചാലും ഇതും കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുപോയ തൈലത്തിൽ നിന്ന് ഞാൻ അവരെൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവിടെ വെച്ച് പരിചയപ്പെട്ട 2-3 ഫ്രണ്ട്സിന് പുരട്ടി കൊടുത്ത്. വിശ്വാസം വേണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇതിൽ വിശ്വാസം വേണം, എന്നിട്ട് പുരട്ടിക്കും. ഞാനും പുരട്ടി തേൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. തേൻ ഞാൻ കഴിച്ചു. മാതാവിൻ്റെ ഈ രൂപം കയ്യിൽ പിടിച്ചിട്ടാണ് ഞാൻ 4 മൊഡ്യൂൾ എക്സാം എഴുതി അവിടെ നിന്ന് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല അതിൽ ഏതെങ്കിലുമൊക്കെ മാതാവ് എനിക്ക് തരും. വെറുതെ ആക്കിയില്ല എൻ്റെ വരവ്. കാരണം മാതാവ് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്, വെറുതെ വന്നതല്ല ഞാൻ. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ എല്ലാം തുറന്ന് പറഞ്ഞ ഒരാളുണ്ട്, എൻ്റെ അമ്മ. അമ്മയുടെ അടുത്ത് ഞാൻ വന്ന വഴിക്ക് വേറെ ആരോടും പറഞ്ഞില്ലെങ്കിലും പറഞ്ഞു, ഇത് രഹസ്യമായിട്ട് ഇരുന്നോട്ടെ, എനിക്ക് ഏതെങ്കിലുമൊക്കെ കിട്ടും, ഉറപ്പ് വിചാരിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നു. 3 എണ്ണം എനിക്ക് കിട്ടി. അതിവിടെ ഇരിക്കുന്നവർക്ക് ചിലപ്പോൾ അതിൻ്റെ വില അറിയില്ല, അതേ പഠിക്കുന്നവർക്ക് എഴുതുന്നവർക്ക് അറിയാൻ പറ്റും. കിട്ടാൻ വളരെ പാടുള്ള എക്സാം. പഠിക്കാണ്ട് പോയി എഴുതി 3 എണ്ണം കിട്ടിയെങ്കിൽ അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹം അല്ലാണ്ട് പിന്നെ ആരുടെ അനുഗ്രഹം? അപ്പോൾ അതുകൊണ്ട് അതെനിക്ക് ഭയങ്കര വിശ്വാസമായി. അങ്ങനെ എനിക്ക് ഈ ഉടമ്പടി തുടങ്ങുമ്പോൾ സത്യം പറയാലോ, പലപ്പോഴും അച്ഛൻ്റെ ധ്യാനം ഞാൻ കേട്ടിട്ടുണ്ട്, ഫെയ്ത്തിലുള്ളതാണ് ഉടമ്പടി എന്ന്. പക്ഷേ എനിക്കത്ര ഫെയ്ത്തല്ല, പേടിയായിരുന്നു. കാരണം നമ്മൾ ഈ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങണം, 5:30 എൻ്റെ രൂപം കത്തിച്ച് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ഈ മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിക്കണം, അത് ചെയ്യണം കുർബാനയ്ക്ക് പോകണം. നമ്മൾ ഞായറാഴ്ച മാത്രം കുർബാനയ്ക്ക് പോകേണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പോൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുമോ ഇതൊക്കെയും എന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് പേടിയായിരുന്നു. ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ എന്തുണ്ടാവും എന്നുള്ള പേടിയായിരുന്നു. ആദ്യം പേടിയായിരുന്നു. പിന്നീട് ഇപ്പോൾ അതെൻ്റെ ദിനചര്യയായിട്ട് മാറി. നമുക്ക് എല്ലാ ദിവസവും ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് രാവിലെ ഒരു ചായ കിട്ടിയെങ്കിലുള്ള വിഷമമുണ്ടല്ലോ, ആ വിഷമം ഇപ്പോൾ എനിക്ക് രാവിലെ കുർബാനയ്ക്ക് പോയില്ലെങ്കിൽ അത്രയും വിഷമമാണ്. ഇപ്പോൾ എൻ്റെ ഒരു ഡേ തുടങ്ങുന്നത് ഈശോയോട് കൂടി തുടങ്ങും, ഈശോയോട് കൂടി പേഴ്സണൽ പ്രവർ കൂടി അവസാനിക്കും. അങ്ങനെ ഒരു ദിവസം കടന്ന് പോയില്ലെങ്കിലാണ് ഇപ്പോൾ ഞാൻ വിഷമിക്കുന്നത്. അങ്ങനെ എൻ്റെ 3 എണ്ണത്തിൽ ഞാൻ ഇപ്പോൾ ജയിച്ചിട്ടുള്ളൂ. ജയിച്ച വഴിക്ക് ഉടനടി ഇങ്ങോട്ട് ഓടി വന്ന് ബ്രദറിന് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല, ബ്രദറിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ പറയണത് എനിക്ക് 3 എണ്ണം കിട്ടി, സാക്ഷ്യം പറയട്ടെ എന്നുള്ളത്. അപ്പം ഞാൻ എൻ്റെ നിയോഗത്തിൻ്റെ ഇതിൽ വെച്ചിരുന്നത് എനിക്ക് പാസ്സാവണമെന്ന് മാത്രമല്ലായിരുന്നു, എനിക്ക് ഇതൊക്കെ പ്രോസസ്സിങ് കഴിഞ്ഞ് പോകണം. കാരണം 34 വയസ്സായി, ജോലിയാണ് നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പം അന്നേരം അത് ഒത്തിരി നേരം വൈകി. പിന്നെ ജോലി കിട്ടുക എന്നുള്ളതും കൂടി അതിലൊരു പൂർണ്ണതയിലെത്താണ്ട് അപ്പം എന്നോട് ബ്രദർ പറഞ്ഞു, മോളതിപ്പോൾ എക്സാം ജയിച്ചത് മാത്രമേ കൊണ്ട് ഇപ്പം നമുക്ക് പറയണ്ട, അത് കൂടി കഴിയട്ടെ, നമുക്കെല്ലാം കഴിഞ്ഞ് നമ്മുടെ വിസയും കൂടി പോകാമെന്ന് കിട്ടിയിട്ട് പറഞ്ഞാൽ മതിയെന്ന്. അപ്പം ഞാൻ കാത്തിരുന്നു. അത് കഴിഞ്ഞ് പിന്നീടും അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെയും തീർന്നിരുന്നില്ല പ്രശ്നങ്ങൾ. നമുക്ക് കൊറോണയുടെ ടൈമായിരുന്നു. 2 വർഷം മുന്നേ കൊറോണ വന്ന ആ ഫസ്റ്റ് കൊറോണയിൽ എനിക്ക് കൊറോണയും കിട്ടി. അതിനോടൊപ്പം കൊറോണയുടെ ഈ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പുറമേയുള്ള എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യേണ്ടത് മസ്കറ്റിലാണ്. അപ്പോൾ അവിടെയുള്ള ട്രാവൽ കൺസൾട്ടൻ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ പിരിച്ചു വിട്ടു തുടങ്ങി. കാരണം കമ്പനി സാമ്പത്തിക മാന്യത്തിലാണ്. അപ്പോൾ കൂടുതൽ സാലറി ഉള്ളവരുടെ സാലറി വെട്ടിക്കുറച്ചു, കുറേ പേരെ പിരിച്ചു വിട്ടു. അപ്പോൾ ആൾ സീനിയർ ആയതുകൊണ്ട് തന്നെ 2 വർഷത്തോളം അവർ വളരെ കുറഞ്ഞ സാലറിയിൽ അവിടെ പിടിച്ചു നിർത്തി. നമുക്ക് പോകാമായിരുന്നു, പക്ഷെ ഞങ്ങൾ ഉറച്ചു പറഞ്ഞു ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങൾ നോക്കട്ടെ, ഇത് കമ്പനി ഓക്കെ ആവുകയാണെങ്കിൽ നിൽക്കാമല്ലോ എന്ന് വിചാരിച്ച് തീരെ പൈസ ഇല്ലാത്ത സമയത്ത് കൂടി ആളവിടെ 2 വർഷം പിടിച്ചു നിന്നു. എനിക്കും വീട്ടിലിപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളമാതിരി തന്നെ വീടിൻ്റെ ഹൗസിങ് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് അടയ്ക്കാൻ പറ്റണില്ല, വീട്ടിലെ ചിലവ് മുന്നോട്ട് പോകണില്ല, ആൾക്കും ഇങ്ങോട്ട് പൈസ അയക്കാൻ പറ്റണില്ല, ഒന്നും പറ്റണില്ല, ആകെ വിഷമത്തിലിരിക്കുന്ന സമയം. അപ്പോൾ അന്നേരം മാതാവിനോട് മുട്ടിപ്പാട് പ്രാർത്ഥിച്ചു. അതിനിടയിലാണ് അങ്ങനെ തള്ളി നീക്കി പോയി വീട്ടിലുകാരുടെ സഹായം. എൻ്റെ വീട്ടിൽ എൻ്റെ ബ്രദറൊക്കെയും എനിക്ക് ലോണും ഒക്കെ അടയ്ക്കാനായിട്ട് ഒത്തിരി സഹായിച്ചു. അങ്ങനെ മാതാവ് തോന്നിച്ചിട്ട് ഒത്തിരി പേര് ആ സമയത്ത് സഹായിട്ട് വന്നവരൊക്കെ ഈ സമയത്ത് ഓർക്കാൻ കേട്ടോ. അത് കഴിഞ്ഞ് ഈ 2 വർഷം കഴിഞ്ഞപ്പോൾ ഈ നിൽപ്പും അവസാനിച്ച് അവിടെ നിന്ന് എന്തായാലും പോകണം എന്നുള്ളൊരു തീരുമാനം കമ്പനിയിൽ നിന്ന് വന്നു. അങ്ങനെ പോകാൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് വെറുതെ അവിടെ നിന്ന് പോരാൻ പറ്റില്ലായിരുന്നു. അവിടെ ഒരു ലോൺ ഉണ്ടായിരുന്നു, 8 ലക്ഷത്തിൻ്റെ ലോൺ. അത് അടയ്ക്കാണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ പറ്റില്ല. എല്ലാവർക്കും അറിയാലോ, അവിടെ ലോണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എയർപോർട്ടിൽ നിന്ന് കിടക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ ഒട്ടും മുൻപോട്ട് പോകാൻ പൈസ ഇല്ലാത്ത ആൾക്കാർ എങ്ങനെ 8 ലക്ഷം രൂപയ്ക്ക് ഉണ്ടാക്കും? 2 ആഴ്ച കൊണ്ട് അടയ്ക്കണമായിരുന്നു. 10-15 ദിവസമാണ് അവർ നമുക്ക് സമയം തന്നത്. 15 ദിവസത്തിനുള്ള മാതാവിൻ്റെ അടുത്ത് ഞാൻ പോയി പറഞ്ഞു. കാരണം ഉടമ്പടി എടുത്ത അന്ന് മുതൽ പിന്നെ എല്ലാം മാതാവിൻ്റെ അടുത്താണ് സംസാരിക്കുന്ന പോലെ. ഞാൻ മാതാവിനോട് ഓടിയെന്ന് പറയും, എന്താ ഞാൻ ചെയ്യേണ്ടത്? 2 ആഴ്ചക്കുള്ളിൽ ആര് തരും? പറ്റാവുന്ന എല്ലാ ഫ്രണ്ട്സിനോടും ചോദിച്ചു. ആളുടെ ഫ്രണ്ട്സിനോട്
ഫ്രണ്ട്സിനോട് ഞാൻ എൻ്റെ ആൾക്കാരോട് എല്ലാവരോടും ചോദിച്ചു, ഒരു മറുപടി കിട്ടിയില്ല. അപ്പം അന്നേരം ഞാൻ ആലോചിച്ച് ഇനിയിപ്പോൾ ആരോടും ചോദിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട, വീട് കയ്യിലിരിക്കേണ്ടല്ലോ, ഒരു 1500 സ്ക്വയർ ഫീറ്റിൻ്റെ വീട്, നല്ലൊരു 3 ബെഡ്റൂമുള്ള വീട് ഇതിനിടയ്ക്ക് മാതാവ് തന്നായിരുന്നു. അപ്പോൾ അത് നമുക്ക് പണയം വിറ്റിട്ടോ, ഓൾറെഡി അത് നമ്മൾ ലോണിലാണല്ലോ, വിറ്റിട്ട് നമുക്ക് അങ്ങനെയാണെങ്കിൽ മുൻപോട്ട് പോകാം, ആരും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച് വിൽക്കാനുള്ള പരസ്യമൊക്കെ OLX കൊടുത്ത് കാത്തിരിക്കുകയാണ്. പല ആൾക്കാർ വീട് വന്ന് കയറി കണ്ടുപോകുന്നു. അപ്പോഴും നമ്മുടെ ബുദ്ധിമുട്ടുകൾ പലർക്കും പുറത്ത് നമ്മൾ അറിയിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഇതെന്താ ഇപ്പോൾ ഈ വീട് ഇങ്ങനെ വിൽക്കാൻ നോക്കണത്? നമ്മുടെ മനസ്സിലെ വിഷമം ഇതായിരുന്നു. അങ്ങനെ വീട് വിൽക്കാൻ ഒട്ടും താല്പര്യമില്ല, അത്ര ബുദ്ധിമുട്ടി വാങ്ങിച്ച വീടാണ്. അത് കയ്യിൽ നിന്ന് പോകാറായപ്പോൾ ഭയങ്കര സങ്കടമായി. അങ്ങനെ മാതാവിനോട് എന്നാലും മുട്ടിപ്പാട്ട് പ്രാർത്ഥിച്ചു, മാതാവിന് എന്തെങ്കിലും അത്ഭുതം ചെയ്യാൻ പറ്റും, ഉറപ്പാണ്. ഇത് ഒരാളടുത്തത് വരുന്നതിന് മുൻപ് ഇത് വിൽക്കാൻ പോണേക്കാളും ഒരു തീരുമാനം ഉണ്ടാവും എനിക്ക് ഉറപ്പായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വേറെ റിലേറ്റീവ്സ് മുഖേന അവർ പറഞ്ഞു, ഞങ്ങളിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല, ജർമ്മനിയിൽ പോകാനിരിക്കുന്ന ആളാണല്ലോ ഞാൻ, തീർച്ചയായിട്ടും അത് തിരിച്ചു പിടിക്കാൻ പറ്റും നമുക്ക് പൈസയൊക്കെ, ഞങ്ങൾ തരാമെന്ന് പറഞ്ഞ് അവർ തന്നു. അവർ പകുതി റിലേറ്റീവ്സ് 2-3 റിലേറ്റീവ്സായിട്ട് പകുതി എടുത്ത് അത് എനിക്ക് 2 ആഴ്ചയ്ക്കുള്ളിൽ മാതാവ് 8 ലക്ഷം രൂപ ഒപ്പിച്ച് തന്നു. ആർക്ക് പറ്റും? ഇനി ഇവിടെ നിന്നാണെങ്കിൽ ഒരു 10,000 രൂപ ഞാൻ ഒരാളോട് ചോദിച്ചാൽ ആരും തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര പോലും നമുക്ക് ഒരു ദിവസത്തിനുള്ളിൽ ഒപ്പിക്കാൻ പറ്റില്ല. എനിക്കാണ് മാതാവ് ഉടമ്പടി എടുത്തതിൻ്റെ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഒറ്റ പേരിൽ 2 ആഴ്ച കൊണ്ട് എനിക്ക് 8 ലക്ഷം രൂപ ഒപ്പിച്ച് ഹസ്ബൻഡിന് അത് കൊടുക്കാൻ പറ്റി, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റി, സേഫായിട്ട് ആളിവിടെ എത്തി. അപ്പോഴും ഞാൻ എൻ്റെ ഒരു എക്സാം ബാക്കി നിൽക്കുന്നുണ്ട്. ധൈര്യപൂർവ്വം ഞാൻ വീണ്ടും 2 മാസത്തിന് ശേഷം പഠിച്ചു. അപ്പോൾ B2 പഠനം കഴിഞ്ഞു. കാരണം മുൻപ് പഠിക്കാണ്ട് എഴുതിയത്, അങ്ങനെ 3 കിട്ടി. ഇത് പഠിച്ചതിന് ശേഷം ആദ്യമായിട്ട് വരണം. അപ്പോൾ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്ന് പഠിക്കണ ഒരു സ്വഭാവമുണ്ട്. മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. മാതാവിനെ പരീക്ഷിക്കാനൊന്നല്ല കേട്ടോ, ചുമ്മാ മാതാവിനോട് ചോദിച്ചു, ഒരു നല്ല എളുപ്പമുള്ള ക്വസ്റ്റിനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ മാതാവിനോട് വെറുതെ ചോദിച്ചു, ഈ ക്വസ്റ്റ്യൻ തന്നെ വരുത്തുമോ അവിടെ? അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി നമുക്കൊരു വിശ്വാസമാവുകയും ചെയ്യും, ഒരു മറ്റുള്ളവരോട് പറയാനൊരു സാക്ഷിയാവും. എനിക്ക് അതിൻ്റെ സാക്ഷ്യം തരുമോ മാതാവ്? അപ്പോൾ അങ്ങനെ വെറുതെ എന്നിട്ട് ഞാൻ അടുത്തൊരു വരി പറഞ്ഞു, കാരണം എനിക്ക് പേടിയാണ്. അപ്പോൾ അച്ചവിടെ പ്രസംഗത്തിൽ എപ്പോഴും പറഞ്ഞത് കേട്ടിട്ടുണ്ട്, പരീക്ഷിക്കാൻ പാടില്ല, നമ്മൾ ഉറച്ച് വിശ്വസിച്ചാൽ മാത്രം മതി. അപ്പം ഞാൻ വെച്ചാൽ അപ്പോൾ എന്തായാലും ഈ ക്വസ്റ്റ്യൻ വരും, ഉറപ്പാണ്. പഠിച്ചു വെള്ളം പോലെ പഠിച്ചു കാണാം. അതിന് എനിക്ക് അവിടെ നിന്നിട്ട് ക്വസ്റ്റ്യൻ കാണാൻ വേണ്ടു, അത്രയും കാണാപ്പാടം പഠിച്ചു പോയി. അവിടെ നിന്നപ്പോൾ അതേ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിലൊരു ക്വസ്റ്റ്യനെ സത്യം പറഞ്ഞാൽ ഞാൻ ഒന്ന് ചോദിച്ചുള്ളൂ. അത് കഴിഞ്ഞിറങ്ങിയപ്പോൾ എനിക്ക് സങ്കടമായി. മറ്റേ ക്വസ്റ്റ്യൻ കൂടി ചോദിക്കായിരുന്നു എന്ന് തോന്നി. പക്ഷേ അത്യാഗ്രഹമാണല്ലോ, കുഴപ്പമില്ല, പാസ്സായി. അത്യാവശ്യം നല്ല മാർക്കോടുകൂടി പാസ്സായി. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ തന്നു. അവിടെ ചെന്നപ്പോഴും ഞാൻ അത് കഴിഞ്ഞ് എൻ്റെ എക്സാം കഴിഞ്ഞ് വന്ന് ഞാൻ ബാക്കി പിന്നീട് ബുദ്ധിമുട്ടായിട്ട് കിട്ടാണ്ട് പല പിള്ളേരും എൻ്റെ ഫ്രണ്ട്സിലുണ്ടായിരുന്നു. ഇത് എത്ര പ്രാവശ്യം ഇതിന് കിട്ടാത്തവർക്കൊക്കെ ഞാൻ പറയാറുള്ളത്, എൻ്റെ കയ്യിലൊരു തൈലുണ്ട്, കൊണ്ടുപൊക്കോ, പക്ഷേ അത് എനിക്ക് ആവശ്യത്തിന് തന്നതാണ്, പ്രാർത്ഥിച്ച് വിശ്വാസത്തോട് ചെയ്യണം, ചെയ്ത് കഴിഞ്ഞ് കിട്ടിയ മാതാവിനോട് പറയണം. ഇത്രയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ കൊട്ടോ, ഞാൻ പ്രാർത്ഥിച്ചോളാം. ആ സമയം നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്തോട് പറഞ്ഞാൽ മതി, ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാം. മാതാവിനോട് ചോദിച്ചു, ഒന്നും എനിക്കിതുവരെ തരാതിരുന്നിട്ടില്ല. അങ്ങനെ തരാതിരുന്നുണ്ടെങ്കിൽ അതിലും വലിയൊരു കാര്യം തരാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ എൻ്റെ 4 എക്സാമും പാസ്സായി. ഇങ്ങനെ പാസ്സായിട്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഏകദേശം ഒരു വർഷമൊക്കെ എടുക്കും. ജർമ്മനിയുടെ പ്രോസസ്സിങ് നല്ലോണം സമയം എടുക്കുന്ന പ്രോസസ്സിങ്ങാണ്. 1 വർഷം കഴിഞ്ഞു, ഒരു അനക്കമായിട്ടില്ല. ഒരുവിധം യുദ്ധം ചെയ്ത് ജയിച്ചു, പക്ഷേ പ്രോസസ്സിങ് ഒന്നും കാര്യമായിട്ട് നടക്കണില്ല. പ്രായമാണെങ്കിൽ പോയിക്കൊണ്ടിരിക്കുക, അവിടുത്തെ റൂൾസ് ആണെങ്കിൽ ഇനി മാറുമല്ലോ എന്ന് പേടിച്ച് ആകെ സങ്കടമായി. 1 വർഷം തികഞ്ഞന്ന് എനിക്ക് ഓൾറെഡി ഉടമ്പടി പുതുക്കാനുള്ള സമയമായിരുന്നു. അപ്പം അന്ന് ഞാൻ ജോസഫ് അച്ഛനെ വന്ന് കണ്ടിട്ട് അച്ഛനോട് ഞാനിങ്ങനെ പറഞ്ഞു, അച്ഛൻ 1 വർഷത്തോളമായി എൻ്റെ ശരിയാവണില്ല, എനിക്കൊന്നും പ്രോസസ്സിങ്ങിലൊരു നീക്കം കാണാനില്ല, ജയിച്ചു എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അച്ഛൻ ഇങ്ങനെ കവിളത്ത് തട്ടി തൊടുത്തിട്ട് പറഞ്ഞു, എന്തിനാ ഇങ്ങനെ കരയണേ, ഉടമ്പടി അല്ലേ കയ്യിലിരിക്കണത്, അങ്ങനത്തെ ആൾക്കാർ ഇങ്ങനെ കരയാവോ എന്ന് ചോദിച്ചു. ആ ഉടമ്പടിയിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, വേറെ ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ഇതുവരെയുള്ള അനുഭവം അങ്ങനെയാണല്ലോ. പക്ഷെ നമ്മൾ മനുഷ്യന്മാരായതുകൊണ്ട് നമുക്ക് പിന്നെയും സംശയമാണല്ലോ. അങ്ങനെ അച്ഛൻ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കയ്യിൽ വെച്ച് മാതാവിൻ്റെ രൂപത്തിൻ്റെ അവിടെ വെച്ചിട്ട് പ്രാർത്ഥിച്ച് വന്നിട്ട് എന്നോട് പറഞ്ഞു, 77 എന്നുള്ളൊരു നമ്പർ കാണിക്കുന്നുണ്ട്, അങ്ങനെ ഒരു മെസ്സേജ് മാതാവിൻ്റെ നിന്ന് കിട്ടുന്നുണ്ട്, എന്താണെന്നറിയില്ല, 77 ദിവസത്തിനുള്ളിൽ നടക്കും, ഉറപ്പായിട്ട് നടക്കും, താൻ ഇവിടെ വന്ന് ഈ സാക്ഷ്യം പറയുന്നത് എനിക്ക് കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഉറപ്പായിട്ടും വിശ്വസിക്കാം, പക്ഷേ സാക്ഷ്യം പറയാൻ വരണം കേട്ടോ, എനിക്ക് കാണണം എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ഇന്നിവിടെ വന്നപ്പോൾ അച്ഛൻ ഇല്ലാണ്ടായപ്പോൾ സങ്കടം. അച്ഛൻ ഉണ്ടായില്ല അത് പറയാനായിട്ട്, എനിക്ക് കാണാനും. അച്ഛൻ ഇത് കാണുമായിരിക്കും, അപ്പോൾ അത് അച്ഛൻ ഓർക്കുമായിരിക്കും. അങ്ങനെ 77 ദിവസത്തിന് 2-3 ദിവസം മുൻപ് തന്നെ എനിക്ക് അവിടെ നിന്ന് വിസയ്ക്ക് വെക്കാനുള്ള ഡേറ്റും വിസയ്ക്ക് വെക്കലും കഴിഞ്ഞു. വിസ വന്നത് ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപാണ്. വിസ വന്നു, ഞാനങ്ങനെ പോകാനുള്ള ഡേറ്റ് എടുത്തു. മെയ് മാസം 21 ഞാൻ പോവും. അതിന് മുൻപ് ഞാൻ ഇനി ഒരുപാട് തവണ ഇവിടെ വരും, ഉറപ്പായിട്ടും വരും. എന്നാലും എനിക്ക് പറയാനുള്ള ആഗ്രഹം കൊണ്ട് കിട്ടിയ വഴിക്ക് ഓടി വന്നതാണ് ഞാൻ. കാരണം 1 വർഷമായി ഞാൻ ജർമ്മൻ പഠിച്ചന്ന് മുതൽ ഞാൻ കാത്തിരിക്കണമാണ് മാതാവിൻ്റെ ഇവിടെ ഈ ആൾക്കാരിൽ നിന്നിട്ട് എനിക്കിത് എല്ലാവരോടും പറയണം. ഞാൻ പറഞ്ഞിട്ട് ഒരാളുടെയെങ്കിലും ലൈഫിലൊരു മാറ്റം വരുന്നുണ്ടെങ്കിൽ അത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട്
എത്രയൊക്കെ സാക്ഷി ഉണ്ടായാലും എനിക്ക് മാതാവിനെ ഈശോനെയും കിട്ടിയതാണ് ഇവിടെ എനിക്ക് ഏറ്റവും നിങ്ങളോട് പറയാനുള്ള സാക്ഷ്യം. അത് കിട്ടിയാൽ തന്നെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നടന്നു എന്ന് കൂട്ടിക്കോ. പിന്നെ ഒരു നിയോഗവും നമ്മൾ വേറെ വെക്കേണ്ട വരില്ല. പിന്നെ ഒരു കാര്യമുള്ളത്, എനിക്ക് ഇപ്പം ഞാൻ പോകാനുള്ളത് ശരിയാണ്, അപ്പോൾ ആ വീട് അങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല, വീട് വിൽക്കേണ്ടതൊന്നും വന്നില്ലല്ലോ. അപ്പോൾ അത് എന്നാൽ പിന്നെ റെൻറ്റിന് കൊടുത്തേക്കാം എന്ന് തീരുമാനിച്ച് റെൻറ്റിന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടു, പരസ്യം ഇട്ടു. അത് കഴിഞ്ഞ് 3-4 മാസമായിട്ടും ഇത്ര നല്ല ഭംഗിയുള്ള 1500 സ്ക്വയർ ഫീറ്റിൻ്റെ 3 ബെഡ്റൂമുള്ള വീട് ആർക്കും വേണ്ട. നല്ല സ്ഥലം, നല്ല വെള്ളം, നല്ല ചുറ്റുപാട്, നല്ല അയൽക്കാർ. എന്നിട്ടും വാടകക്കാർ സ്ഥിരമായി വന്ന് നോക്കി പോണു, മറുപടി ഇല്ല. തിരിച്ചൊരു ഫോൺ കോൾ നമുക്കില്ല. വീട് മതി എടുക്കുന്നുണ്ടെന്നുകൊണ്ട് ഒരു ഫോൺ കോൾ കാണാനില്ല. അങ്ങനെ ഞാൻ സങ്കടത്തോടുകൂടി ഇത് ഞാൻ പോണേക്കാളും മുന്നേ ഇതൊന്ന് റെഡിയാക്കിയിട്ട് പോകാൻ പറ്റുമോ എന്ന് അമ്മയോട് ചോദിച്ചപ്പോൾ അപ്പം അമ്മ എന്നോട് പറഞ്ഞു, നിൻ്റെ കയ്യിൽ ഉടമ്പടി വസ്തുക്കൾ ഇരിക്കുന്നുണ്ടല്ലോ മോളെ, എത്രയോ സാക്ഷ്യങ്ങൾ കേൾക്കണു, ഉപ്പ് പോയിട്ടിട്ടും ഒക്കെയും മാതാവ് അനുഗ്രഹിച്ച കഥ, പിന്നെ എന്തിനാണ് നോക്കിയിരിക്കണത്, വൈകിക്കണോ എന്ന് ചോദിച്ചു. ഞാൻ ഉടനടുത്ത് കേട്ട പാതി കേൾക്കാത്ത പാതി ഉപ്പ് എടുത്ത് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ തൈലവും തൂട്ട് വീട്ടിലേക്ക് ഇറങ്ങി. ഒരു 3-4 സ്റ്റോപ്പ് അപ്പുറമാണ് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ സ്വന്തം വീട്ടിലേക്കുള്ള ദൂരം. അങ്ങനെ അവിടെ ചെന്ന് ഞാൻ എല്ലാ മൂലയ്ക്കും ചവിട്ടാത്ത സ്ഥലങ്ങളിൽ നോക്കിയിട്ട് വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം വീടിൻ്റെ ചുറ്റും നടന്നത് എല്ലാവിടെയും ഉപ്പിട്ടു. വീട്ടിൽ വന്ന് കയറി ഡ്രസ്സ് മാറി 1 മണിക്കൂർ തികഞ്ഞുണ്ടാവില്ല വിളി വന്നു എനിക്ക്. അതായത് ഈ വാടകയ്ക്ക് ഓക്കെ ആയി, ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞിട്ട്. ഇവർ മുൻപ് കണ്ടുപോയിരുന്ന പാർട്ടിയാണ്. നമ്മളോട് പറഞ്ഞു, ആ വന്ന ദിവസം വൈകുന്നേരത്തിനുള്ളിൽ വിളി കണ്ടില്ലെങ്കിൽ ഞങ്ങളെ പ്രതീക്ഷിക്കേണ്ട, ഞങ്ങൾ വേറെ നോക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കണില്ലല്ലോ. അവർ തന്നെ വിളിച്ചു. അങ്ങനെ പിറ്റേ ദിവസം 2-3 ദിവസത്തിനുള്ളിൽ നമ്മൾ കരാർ എഴുതി പൈസ കിട്ടി. ഇപ്പോൾ അവർ സുഖമായിട്ട് അവിടെ ഉണ്ട്. അങ്ങനെ എനിക്ക് ആ കാര്യം സാധിച്ച് കിട്ടി. പിന്നെയുള്ളത്, എനിക്ക് എൻ്റെ ചേച്ചിയുടെ മകന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയണത്. എൻ്റെ അമ്മ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തിട്ടൊന്നുമില്ല. ഞാൻ ഉടമ്പടി എടുത്ത എൻ്റെ ഒരു വെളിച്ചത്തിൽ ചേച്ചിയുടെ മകന് പെട്ടെന്ന് ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലായിരിക്കുമ്പോൾ ചെസ്റ്റ് പെയിൻ വന്നു. നമുക്ക് എന്താ കാര്യമൊന്നും മനസ്സിലായില്ല. ചെസ്റ്റ് പെയിൻ വന്നപ്പോൾ നമ്മൾ ഉടനടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. രാത്രി കൊണ്ടുപോയപ്പോൾ അവിടെ ഡോക്ടർ പറഞ്ഞു ചെസ്റ്റിൽ വെള്ളം കയറിയേക്കാം. ഇപ്പോൾ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം 1 ലിറ്ററോളം വെള്ളമുണ്ട് ചെസ്റ്റിൽ. അത് TB ചെറിയൊരു സൂചനയാണ്. അപ്പോൾ അത് ഇത്തിരി സീരിയസ് എമർജൻസി കണ്ടീഷൻ, ഇപ്പോഴെങ്കിലും വന്നില്ലെങ്കിൽ പെട്ടുപോയേനെ എന്ന് പറഞ്ഞു. കാരണം അത്രയും സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ആൾ കുറേ നാളുകളായിട്ട് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അറിയണ്ടായിരുന്നില്ല. ക്ഷീണിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണ്ട, എന്താ കാര്യം എന്ന് അറിയണില്ല. കാര്യം അറിഞ്ഞത് ഇപ്പോഴായിരുന്നു. ഇങ്ങനെ TBയിലേക്കുള്ളൊരു ചെരിവാണ്. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം. അമ്മയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന മോനാണ്. അപ്പോൾ അവന് വയ്യാണ്ടായപ്പോൾ അമ്മ കരഞ്ഞ് ഈ കൃപാസന മാതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പേ നിന്നിട്ടാണ് പ്രാർത്ഥിക്കണം. അമ്മ മാതാവെ, ഞാൻ എൻ്റെ മോള് നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടാണ്. അവളുടെ വിശ്വാസം വെച്ച് ഞാൻ പറയാണ്. എനിക്കപ്പോൾ അവൾക്ക് കൊടുത്ത നന്മകൾ വെച്ച് എനിക്കും വിശ്വാസം. ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല. പക്ഷെ അമ്മ മാതാവിൻ്റെ ഒരു കാര്യം പറയാം. ചൊവ്വാഴ്ച വൈകുന്നേരമാണ് കുട്ടി ആശുപത്രിക്ക് പോണത്. ശനിയാഴ്ച കുട്ടി ഇവിടെ ഉണ്ടാവണം, ഡിസ്ചാർജായിട്ട് അസുഖം മാറിയിട്ട്. മാതാവ് അത് ചെയ്ത് തരണം, ഞങ്ങൾക്കത് സാക്ഷ്യത്തിൽ പറയണം എന്ന് പറഞ്ഞാൽ അമ്മ പ്രാർത്ഥിച്ചു. എനിക്ക് സന്തോഷമായി. കാരണം ഞാനാണ് ഇങ്ങനെ കൂടുതൽ അവിടെ ഇത്ര വിശ്വാസത്തിൽ വീട്ടിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുക. പക്ഷേ എൻ്റെ വിശ്വാസത്തിൻ്റെ പുറത്ത് മറ്റൊരാൾ കൂടി അത് കണ്ടിട്ട് പ്രാർത്ഥിക്കാനുണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവൻ വെള്ളിയാഴ്ച വൈകുന്നേരം, മാതാവ് ഞങ്ങളെക്കാളും നേരത്തെ തരുന്ന ആളാണ്. നമ്മൾ പറഞ്ഞ സമയത്തിനേക്കാളും വെള്ളിയാഴ്ച വൈകുന്നേരം അവൻ വീട്ടിലെത്തി ഡിസ്ചാർജായിട്ട്. ഇപ്പോൾ അവന് ഒരു കുഴപ്പമില്ല. അവൻ ബോഡി ഒന്ന് ഓക്കെ ആയി, നന്നായി പുഷ്ടിക്കാൻ വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യുന്നു എന്നല്ലാണ്ട് വേറെ അസുഖങ്ങളെല്ലാം മാതാവ് മാറ്റി കൊടുത്തു. ഒരു കുഴപ്പമില്ല. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി.